അസ്സലാമു അലൈക്കും. കൈഫ ഹാലുക്കും? സൈൻ? അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വസ്തനും സത്യസന്ധനുമായ ഒരു റാഴയുടെ കഥയാണ് നമ്മൾ പഠിച്ചു വന്നത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അത് കഴിഞ്ഞ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ബയാനും ഒരു ഹിവാറുമൊക്കെ തയ്യാറാക്കി. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും ഇനിയും എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ എഴുതണം. ഓക്കെ. ഇനി താരീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത താരീഖ്. ഈ പദം നിങ്ങൾ എവിടെയൊക്കെയോ നിങ്ങൾ കേട്ടിട്ടില്ലേ? മദ്രസകളിൽ പഠിക്കുമ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും എന്താണ് ചരിത്രം. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെ അമാനത്തിൻ്റെയും സിദ്ഖിൻ്റെയും ഒക്കെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? മദ്രസകളിൽ പഠിച്ചിട്ടില്ലേ? പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടാകും, സഹാബാക്കളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടാകും, സഹാബി വനിതകളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഖുർആൻ കഥകൾ ഒക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെയുള്ള ചരിത്ര സംഭവങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ആണ് രണ്ടാമത്തെ ഖലീഫ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു സംഭവ കഥയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഞാനത് പറയാം. ഇബ്നു ഉമറിൻ്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര സംഭവമാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ദിവസം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. നട്ടുച്ച സമയമായതുകൊണ്ട് നല്ല ചൂടുണ്ട്. അങ്ങനെ അവർ ക്ഷീണിച്ചപ്പോൾ, ഭക്ഷണത്തിലുള്ള സമയമായപ്പോൾ അവരൊരു സ്ഥലത്ത് എല്ലാവരും കൂടിയിരുന്നു. എന്നിട്ട് അവർ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങണം. ആ സമയത്താണ് അതുവഴി ഒരു റാഴി കടന്നു പോകുന്നത്. ആരാ കടന്നു പോയത്? ഒരു റാഴി. നമ്മൾ പഠിച്ചിട്ടുണ്ട് റാഴി അല്ലേ? ഈ റാഴയെ കണ്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇവരുടെ ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെയാണല്ലോ ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചു. അപ്പം അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഈ റാഴി ഉത്തരം പറഞ്ഞു, എനിക്ക് വേണ്ട, അന സ്വാഇം, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാൽ എനിക്ക് നിൻ്റെ ഈ ആട്ടിൻകൂട്ടങ്ങളിൽ നിന്നും ഒരു ആടിനെ എനിക്ക് നീ തരുമോ? ഞാൻ നിനക്ക് അതിൻ്റെ വില എത്രയാണോ അതും തരാം, അതോടൊപ്പം നീ തന്ന ആട്ടിൻകുട്ടിയുടെ അല്ലെങ്കിൽ ആടിൻ്റെ ഇറച്ചിയിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതും ഞാൻ തരാം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ റാഴി ആ ആട്ടിടയൻ പറഞ്ഞു, ഇത് എൻ്റേതല്ല, ഇത് എൻ്റെ യജമാനൻ്റെയാണ്, അതുകൊണ്ട് ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അതിനെന്താ, അത് ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ ഈ റാഴി തൻ്റെ വിരൽ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ അറിയോ? അപ്പോൾ അള്ള എവിടെയാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ അള്ള കാണൂലേ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര അത്ഭുതമായി. ഈ റാഴയുടെ അമാനത്തിൽ, വിശ്വസ്തതയിൽ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹം ഉടനെ ഈ റാഴയുടെ യജമാനൻ ആരാണെന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും ആ യജമാനനോട് ഈ റാഴിയെ വിലക്ക് വാങ്ങുകയും ചെയ്തു. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, അടിമകളെ വിലക്കാണ് വാങ്ങുക. വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലെ അടിമപ്പണിയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ ജോലികളും കാശില്ലാതെ കൂലിയില്ലാതെ ചെയ്യാമെന്നുള്ളതാണ് ഓലെ പണി. ആ റാഴിയായ അടിമയാണ് ഉമർ റളിയല്ലാഹു അൻഹു വിലക്കാണ് വാങ്ങണത്. ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വാങ്ങുകയാണ്. റാഴിയെ മാത്രമല്ല, ഈ റാഴി നോക്കിക്കൊണ്ട് നടന്നിരുന്ന ആടുകളെയും അദ്ദേഹം വേണ്ട വിലക്ക് വാങ്ങുകയാണ്. യജമാനൻ പറഞ്ഞു ഒരുപാട് വിലയാവുന്നതൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ മുഴുവൻ വിലയും കൊടുത്തിട്ട് ആ ആടുകളെയും ഇദ്ദേഹം വിലക്ക് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? ഇനി മുതൽ നീ ഒരു അടിമയല്ല, നീ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്.
മോചിപ്പിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ യജമാനിൽ നിന്ന് വാങ്ങിയ ആടുകളെയും അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? വലിയൊരു സൽക്കർമ്മമാണ് ചെയ്തത് അല്ലേ? ഈ അടിമയായ റാഴിയെ മോചിപ്പിക്കുകയും അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. വലിയൊരു സംഗതിയാണ് അല്ലേ? മാത്രമല്ല, ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അതൊക്കെ എങ്ങനെ കിട്ടിയതാണ് ഈ റാഴിക്ക്? ഈ റാഴിയുടെ വിശ്വസ്തത കണ്ടിട്ട് അതിനുള്ള സമ്മാനമായിട്ട്, സത്യസന്ധതയ്ക്കുള്ള സമ്മാനമായിട്ട് കിട്ടിയതാണ്. ഓക്കെ, എല്ലാവർക്കും ഈ ചരിത്രകഥ ഇഷ്ടമായോ? നമുക്ക് ചരിത്രത്തിൽ നിന്നുമുള്ള ഈ സംഭവം പാഠഭാഗത്തിലൂടെ ഒന്ന് വായിച്ചു നോക്കിയാലോ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 21-ാമത്തെ പേജിൽ ഇത് അറബിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അറബി വായിക്കാം. ആശു വായിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. മാത്രവുമല്ല, അതിലെന്താണ് പറഞ്ഞിട്ടുള്ള ആശയം അത് മനസ്സിലാക്കുകയും ചെയ്യണം. ഓക്കെ, നോക്കാം. എല്ലാവരും എടുത്തോ. ഓക്കെ. അമാനത്തുർ റാഇ. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമാനത്ത് വിശ്വസ്തത. റാഇ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അമാനത്തുർ റാഇ, റാഇയുടെ വിശ്വസ്തത. ഖറജ ഇബ്നു ഉമർ വ അസ്ഹാബുഹു. ഖറജ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുറപ്പെട്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. വ അസ്ഹാബുഹു അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും പുറപ്പെട്ടു. കാനൽ ഹർറു ശദീദ. ഹർറ് ചൂടുണ്ടായിരുന്നു. ശദീദ ശക്തമായ ചൂട് ഉണ്ടായിരുന്നു. ജലസു ലിൽ ഉദാഇ. ജലസ ഇരുന്നു. ജലസു അവർ ഇരുന്നു. ലിൽ ഉദാഇ ഉച്ച ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവരിയ്ക്കുകയാണ്. ലഞ്ചിന് വേണ്ടി ഇരുന്നു. ഇവിടെ കണ്ടോ, ഉദാഇ എന്ന പദം. 3 നേരത്തെ ഭക്ഷണത്തിനുള്ള അറബി പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഏതൊക്കെ അറിയോ? ഒന്ന് പ്രാതൽ, രാവിലത്തെ ഭക്ഷണമല്ലേ, രാവിലെ ചായ കുടിക്കൂല നമ്മൾ, അതിൻ്റെ പേര് പ്രാതൽ. അതിനെന്താ പറയുക? ഫത്തൂർ എന്നാ പറയുക, ഫത്തൂർ. പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഓദാ ഉച്ചക്കുള്ള ഭക്ഷണം, ഓദാ ഉച്ചഭക്ഷണം. പിന്നെയാണ് മറ്റൊന്ന് ഇശാഇൻ്റെ നേരത്ത് നമ്മൾ കഴിക്കൂലേ ഭക്ഷണം, രാത്രി ഭക്ഷണം, ആശാ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, തിരിച്ചു വരാം. ജലസു ലിൽ ഉദാഇ ഉച്ചഭക്ഷണത്തിന് വേണ്ടി അവരൊക്കെ ഇരുന്നു. ഫമറ ബിഹിം റാഇൻ. ഫമറ ബിഹിം അവരുടെ അടുത്തുകൂടെ നടന്നുപോയി. ആര്? റാഇൻ, ഒരാട്ടിടയൻ. ദആഹു ഇബ്നു ഉമർ ഇലാ തആമിഹി. ദആഹു അദ്ദേഹത്തെ ക്ഷണിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ക്ഷണിച്ചു. എവിടേക്ക്? ഇലാ തആമിഹി തൻ്റെ ഭക്ഷണത്തിലേക്ക് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഫഅജാബ ബിഅന്നഹു സ്വായിമുൻ. ഫഅജാബ അപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ബിഅന്നഹു സ്വായിമുൻ അദ്ദേഹം സ്വായിബാണെന്ന്. എന്താ സ്വായിം? നോമ്പുകാരൻ. ഫഖാല ഇബ്നു ഉമർ അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു. ഖാല പറഞ്ഞു റളിയല്ലാഹു അൻഹു ഹൽ തബീഉനി ഷാത്ത. എന്താ ചോദിക്കുന്നത്? ഹൽ തബീഉനി ഷാത്ത. ഹൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ, ആണോ എന്നൊക്കെ പഠിച്ചില്ലേ? ഹൽ തബീഉനി നീ എനിക്ക് വിൽക്കുമോ? ഷാത്തൻ, ഷാത്ത് അത് പറയാം, ആട്. ഒരു ആടിനെ നീ എനിക്ക് വിൽക്കുമോ? ഉഅ്തീക മിൻ ലഹ്മിഹാ മഅസ്സമനി. ഉഅ്തീക ഞാൻ നിനക്ക് നൽകാം. മിൻ ലഹ്മിഹാ അതിൻ്റെ മാംസവും ഇറച്ചിയും നിനക്ക് നൽകാം. മഅസ്സമനി എന്തിനോടൊപ്പം? വിലയോടൊപ്പം. സമൻ വില, വിലയോടൊപ്പം നിനക്ക് മാംസവും നൽകാം. ഖാല അപ്പോൾ ആ റാഇ പറയുകയാണ്. എന്താ പറഞ്ഞത്? ഇന്നഹാ ലൈസത്ത് ലീ ഇത് എൻ്റേത് അല്ല. ലൈസത്ത് അല്ല, ലീ എൻ്റേതല്ല. ഇന്നഹാ തീർച്ചയായും അവ ആരുടെയാണ്? ലി മൗലായ എൻ്റെ യജമാനൻ്റെയാണ്.
ഖാല ഇബ്നു ഉമർ, അപ്പോൾ ഇബ്നു ഉമർ എന്താ പറഞ്ഞത്? ഖുൽ, അതാ ഖുൽ, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ആൾ അല്ലേ? ചില സൂറത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ ഖുൽ ഖുൽ എന്ന് പറഞ്ഞിട്ടില്ലേ? ഖുൽ അഊദു ബി റബ്ബിന്നാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഓക്കെ, ഖുൽ പറയുക. ഓക്കെ, ഖുൽ നീ പറയണം. എന്താ പറയേണ്ടത്? അക്കലഹ, അതിനെ തിന്നുകളഞ്ഞു. ആര്? അദ്ദിഅ്ബു, ചെന്നായ. ചെന്നായ തിന്നതാണെന്ന് നീ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. ഫഖാല റാഇ, അപ്പം റാഇ പറയാണ്. എന്നിട്ട് അവിടെ ബ്രാക്കറ്റിൽ കണ്ടങ്ങൾ എന്താണ്? റാഫിഅൻ ഇസ്ബഅഹു ഇലസ്സമാഇ, റാഫിഅൻ ഉയർത്തിക്കൊണ്ട്, ഇസ്ബഅഹു തൻ്റെ വിരൽ, ഇലസ്സമായി ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഫഅൈനല്ലാഹ്, ഫഅൈനല്ലാഹ്, ഐന എവിടെ? ഫഅൈനല്ലാഹ്, അള്ളാഹു എവിടെ? പിന്നെ അള്ളാഹു എവിടെ? തഅജ്ജബ ഇബ്നു ഉമർ, ഇബ്നു ഉമറിന് അത്ഭുതമായി. മിൻ അമാനത്തി റാഇ, ഈ റാഇയുടെ വിശ്വസ്തതയിൽ. എന്നിട്ട് എന്തു ചെയ്തു? വസ്തറ, വാങ്ങി, മിന സയ്യിദി, യജമാനിൽ നിന്നും റാഇയ, ഈ റാഇയെ വാങ്ങി, വൽ അനമ, ആടുകളെയും വിലക്ക് വാങ്ങി, വ അഅ്തഖ, എന്നിട്ട് മോചിപ്പിച്ചു, റാഇയ, ഈ റാഇയെയും, വ വഹബ ലഹു, എന്നിട്ട് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. വഹബ, നൽകി. നേരത്തെ പറഞ്ഞ അഅ്തഖ മോചിപ്പിച്ചു കേട്ടോ. വ വഹബ ലഹു, അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അൽ അനമ, ഈ ആടുകളെ നൽകുകയും ചെയ്തു. മാഷ് വായിച്ച് ശ്രദ്ധിച്ചോ? അർത്ഥവും കിട്ടിയോ? ആശയവും കിട്ടിയോ? ഓക്കെ, ഞാനീ പറഞ്ഞ ഈ പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് നോക്കിയിട്ട് ഈ വായന ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും നോട്ട് ബുക്കിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എഴുതണം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? മാത്രവുമല്ല, നിങ്ങളിത് വായിച്ച് അതിനർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി നിങ്ങൾ വായിക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഒരു കാർട്ടൂണിലേക്ക് പോയാലോ? കാർട്ടൂൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? കാർട്ടൂൺ നിങ്ങളെല്ലാവരും പലപ്പോഴും പല കാർട്ടൂണുകളും കാണുന്നുണ്ടാകും അല്ലേ? എന്താ കാർട്ടൂണിൻ്റെ പ്രത്യേകത? എന്താ പ്രത്യേകത? അത് കാണുമ്പോൾ പറച്ചിലൊന്നുമില്ലെങ്കിലും, ഒന്നും പറയുന്നില്ലെങ്കിലും, നിങ്ങൾക്കതിൻ്റെ ചിത്രം കണ്ടാൽ, അതിൻ്റെ ചലനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ചില സൂചനകളൊക്കെ ചിലപ്പം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഉൻളുർ ഇലാ ഹാദിഹി സൂറ, നിങ്ങളെല്ലാവരും ഈ സൂറത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. ചിത്രം കണ്ടോ? ചിത്രം കണ്ടോ? മാദാ തറൗന ഫി സൂറ, എന്താണ് ചിത്രത്തിൽ കാണുന്നത്? എന്താണ്? ഒരു ദീക്കുണ്ട് അല്ലേ? ദീക്ക്, സുമ, പിന്നെയോ സാ, മതാ സാ, ടൈം പീസ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. ശരി, ആ 3 ചിത്രത്തിലെ ഒന്നാമത്തെ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കൂ. എന്താണ് അവിടെ എന്താ ചെയ്യുന്നത്? യനാമുദ്ദീഖു, മാതാ യനാമു, ഉറങ്ങുന്നു അല്ലേ? യനാമുദ്ദീഖു, മാതാ ഇൻദദ്ദീഖ്, മാതാ ഇൻദദ്ദീഖ്, അസ്സാ അല്ലേ? സാഅത്തുണ്ട്, സാഅത്തുണ്ട്. ഈ ദീക്കിൻ്റെ അടുത്ത് തന്നെ സാഅത്തുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ആ സാഅത്തിൻ്റെ അടുത്ത് നിന്ന് ചെറിയ സൗണ്ട്, ടിക് 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 ടിക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. മാതാ മാതാ തറൗന ഫി സൂറത്തി സാനിയ, യനാമുദ്ദീഖു തെറിന്നു അസ്സാഅത്ത്, തെറിന്നു, ട്രിങ് 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 അടിക്കുന്നത് കണ്ടില്ലേ? ഓക്കെ, യസ്തൈഖിലു ദീഖ്, ദീക്ക് ഉണരുന്നു അല്ലേ? ദീക്ക് ഉണർത്തിട്ട് എന്താ ചെയ്തത്? ആ 3ാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണും. എന്താ കാണുന്നത്? യസ്വീഹുദ്ദീഖു, അതവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? എങ്ങനെയാ യസ്വീഹുദ്ദീഖു? കൊക്കോ കോ പറഞ്ഞിട്ടില്ലേ? കൊക്കോ പറയുന്നില്ലേ? യസ്വീഹുദ്ദീഖു. ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ നമുക്കിതിങ്ങനെ മനസ്സിലായതാണ് അല്ലേ? കണ്ടില്ലേ? ഇനി അതിന് താഴെ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താ? മാ റഅയുക അൻ ഹാദ ദീഖി, ഈ ദീക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അല്ലേ? ദീക്കിന് നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ദീക്കാണെന്നാണോ? അങ്ങനെ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്? വിശ്വസ്തനായ ഒരു ദീക്കാണെന്നാണോ? എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതല്ല അലസനാണെന്നോ? എന്താണോ തോന്നുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിക്കണം.
ഒന്നോ രണ്ടോ പദങ്ങളിലോ അല്ലെങ്കിൽ വരിയായിട്ടോ നിങ്ങൾക്കത് കുറിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താ? നുഹ്കി ഖിസ്സതൻ ബിമുസാഅദതി സുവർ. ഈ ചിത്രങ്ങളുടെ സഹായത്തോടെ ചെറിയൊരു കഥ പറയാൻ പറ്റുമോ എന്നാണ്, അല്ലേ? നിങ്ങളത് ചില വരികളിലായിട്ട് കുറിച്ചാൽ മതി കേട്ടോ. ഇനി അറബിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത്. കുറച്ച് വരികളുടെ കൊച്ചു കഥയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വലിയൊരു കഥ അറബിയിൽ ഉണ്ടാക്കാനല്ല കേട്ടോ. ഒന്നോ രണ്ടോ വരികൾ, ഒന്നോ രണ്ടോ പദങ്ങൾ ചേർത്തിട്ട് വരികൾ ഉണ്ടാക്കുക. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ മലയാളത്തിൽ ആ 3 ചിത്രങ്ങളെ ആസ്പദമാക്കി ചെറിയൊരു കഥ ഉണ്ടാക്കണം. കൂട്ടുകാർ തയ്യാറല്ലേ? എല്ലാവരും ഈ 2 പ്രവർത്തനങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കണം. വായിക്കേണ്ടത് വായിക്കണം, ഈ ചരിത്ര സംഭവം വായിക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ്സുകളുമായിട്ട് അടുത്ത് തന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പഠനം എളുപ്പമാക്കാൻ, പഠനത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഫാസ് അക്കാഡമി ആൻഡ് ഓൺലൈൻ ട്യൂട്ടോറിയൽ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക.